ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കുറച്ച് ട്രാവലും കുറച്ച് പാചകവും അങ്ങനെയൊക്കെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളും എൻ്റെ വീട്ടിലായിരുന്നു. കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകാമെന്നാണ് മോള് സെറ്റാറിക്കലി പറയാറുള്ളത്. പക്ഷെ അത് ശരിയാണ് കേട്ടോ. എത്രമാത്രം ശരിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വിളിച്ചത്. പുള്ളിയുടെ ബൈക്ക് ഒന്ന് സർവീസിന് കൊടുക്കണം, അപ്പൊ തിരിച്ച് പുള്ളീനെയും പിക്ക് ചെയ്തിട്ട് വരണം എന്നുള്ളതായിരുന്നു കാരണം. അപ്പൊ ഞാൻ എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് ഞാൻ മാത്രം ആണ് കാറ് ഡ്രൈവ് ചെയ്ത് പോയത്. അപ്പോൾ അങ്ങനെ പാലക്കാട് എത്തി, ബൈക്ക് സർവീസ് കൊടുത്തു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്ക് പെന്നിയിലോട്ട് പോയാലോ എന്ന്. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള അവസരങ്ങൾ ഞങ്ങൾ കൂടുതലും യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് അയവിറക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടുതലും എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനില്ല വെനിയിലോട്ട്, കാരണം ഞാൻ കുറച്ച് ഡയറ്റിലാണ്, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്ക് മൈജിയിലോട്ട് പോവാം, കാരണം ഹസ്ബൻഡിന്റെ ഫോൺ ചെറിയ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മൈജിയിൽ പോയി ഫോൺ ശരിയാക്കുന്ന സമയത്തിന് ഞങ്ങൾ 2 സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു. ഒന്ന് എനിക്കും ഒന്ന് പുള്ളിക്കും. കാരണം വെരി നെക്സ്റ്റ് ഡേ നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ എനിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ വാച്ച് എന്ന് പറയുന്നത്. പുള്ളിക്ക് എന്നെ സെൽഫായിട്ട് ഒരു വാച്ച് മേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും വാച്ചിൽ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണ്, വാച്ച് മേടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഫുഡൊക്കെ മേടിച്ചു, പാർസൽ മേടിച്ചിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു പടക്കക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പടക്കം മേടിച്ചു. വിഷുവിന് മുമ്പ് പൊട്ടിക്കാനുള്ള പടക്കങ്ങളാണ് കേട്ടോ മേടിക്കുന്നത്. ഞാൻ ആ ഏരിയയിലോട്ടേ കിടക്കാറില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ പരിപാടികളാണ്, മേക്കപ്പും കാര്യങ്ങളും വാച്ചിന്റെ ഭംഗി നോക്കലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ അവിടെ കൂടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുത്തത് എന്താ വെച്ചാല് 2 ടീഷർട്ടാണ് ഗിഫ്റ്റ് കൊടുത്തത്. പുള്ളി ഓൾറെഡി കാർട്ടിൽ ഇട്ട് വെച്ച് മേടിക്കണം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന 2 ടീഷർട്ടാണ്. അപ്പൊ ഞാൻ അത് മേടിച്ചു. പിന്നെ ഒരു സ്റ്റേക്കേഷൻ കൂടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. ഞാൻ നോർമലി അയ്യോ എന്തിനാ ബുക്ക് ചെയ്തത് എന്ന് ചോദിക്കും വിചാരിച്ചെടുത്ത് ബുക്ക് ചെയ്തു അടിപൊളിയായല്ലോ എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയി. കാരണം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് 7 years ആയി. ഒരു വലിയ ഒരു വാവ് ഫാക്ടർ എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ഈ ദിവസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ ചേട്ടനും ചേച്ചിയാണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും ഒക്കെ April 11th എന്ന് പറയുന്ന ഡേറ്റിനാണ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു വാവ് മൊമെന്റ് ആണ്. പക്ഷെ ആരും ഇവിടെ ആഘോഷിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് എന്തായാലും ഇപ്രാവശ്യം ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഒരു സ്റ്റേക്കേഷൻ ബുക്ക് ചെയ്താണ്. വീട്ടിനടുത്ത് തന്നെയാണ്, ഒരു 50 kilometers ഒക്കെ ഉള്ളൂ. വീട്ടിനടുത്ത് ഇൻ ദ സെൻസ് പാലക്കാട് തന്നെയുള്ള ഒരു മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് KTDC ആണ് ബുക്ക് ചെയ്തത് കേട്ടോ. അഫോർഡബിൾ ആണ് KTDC എന്ന് പറയുന്നത്. അങ്ങനെ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് 2 മുട്ടയിൽ തന്നെ ഒതുങ്ങും കേട്ടോ. ബാക്കി 2 എഗ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ എഗ് കറി എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് കറിയാണ്. കാരണം ഒരു മിക്സിയിൽ കുറച്ച് ഉള്ളി എന്ന് വെച്ചാൽ വലിയ ഉള്ളി, സവാള, അതുപോലെ തന്നെ ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കുക. പാനിൽ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇനി കുരുമുളക് ആവശ്യമുള്ളവർക്ക് കുരുമുളക് ഇടാം. ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല കുരുമുളക്, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ പെരിഞ്ജീരകത്തിന്റെ പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാക്കുക, വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുക. ഇനി അതിനെ കുറച്ചുകൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തേങ്ങയും ഒരു 3-4 കശുവണ്ടിയൊക്കെ കൂടി എന്ന് വെച്ചാൽ കാഷ്യൂനട്ടൊക്കെ കൂടി ചേർത്ത് അരച്ചൊഴിച്ചാലും ഒക്കെ ഭയങ്കര രുചിയാണ്. വളരെ ഈസിയാണ്. ഇതൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ്. വളരെ ടേസ്റ്റി ഇൻ ദ സെൻസ് നിങ്ങൾ നന്നായി ഉണ്ടാക്കുന്ന ഒരു കറീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിക്കും ഇത് റിയലി ടേസ്റ്റി തന്നെയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ എന്താ പറയുക, എല്ലാ ഉള്ളിയും തക്കാളിയൊക്കെ വഴട്ടി മഷി പരുവത്തിലാക്കി ഉണ്ടാക്കുന്ന കറികളും ഉണ്ടാക്കാറുണ്ട്. ഇതും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഇത് ഉണ്ടാക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ ഒട്ടും പണിയില്ല. എനിക്ക് ഒരുപാട് നേരം കിച്ചണിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എളുപ്പമുള്ള പരിപാടികളായിരിക്കും ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എഗ് കറി ഉണ്ടാക്കി. പിന്നെ ചപ്പാത്തിയാണ്. നമ്മൾ റൊട്ടി മേക്കർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചപ്പാത്തി വളരെ എളുപ്പമാണ്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്യുക. അപ്പൊ ബൈ ബൈ.